ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെൻഡോസ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഈ ലെക്ചറിൽ JEE മെയിൻസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 25 ജനുവരി ഷിഫ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് y ഈക്വൽ ടു y ഓഫ് എക്സ് ബി ദി സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ ഡാഷ് മൈനസ് 2xy ഈക്വൽ ടു എക്സ് റൈസ് ടു 4 പ്ലസ് 2x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു കോസ് എക്സ്. സി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. അതേപോലെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇന്റഗ്രൽ -3 to 3 y of x dx ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഫോമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സൊല്യൂഷൻ എന്തായാലും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമുല പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഐ എഫ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. അപ്പോൾ നമുക്ക് ഇതിനാദ്യം എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഈ ക്വസ്റ്റ്യനിൽ ഈ ക്വാഡ്രാറ്റിക് ഉണ്ടല്ലോ, എക്സ് റൈസ് ടു 4 പ്ലസ് 2x സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഈസ് ദി അതെന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണ് എന്ത് ഈ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കംപ്ലീറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ടേംസിൽ എഴുതാൻ പറ്റും. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ ഡാഷ് മൈനസ് 2xy ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ടേമിനെ എക്സ് സ്ക്വയർ പ്ലസ് 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും: y dash minus 2xy divided by x square plus 1 equal to x square plus 1 into cos x. അപ്പോൾ നമുക്കിത് സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഐ എഫ് എഴുതാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും? ഐ എഫ് ഈക്വൽ ടു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഇവിടുത്തെ പി എന്താണ്? -2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഓക്കെ, -2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. അപ്പോൾ ഇതിന്റെ ഇന്റർവെലിന് അടിക്കാൻ സിമ്പിൾ ആണ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരിക്കും ആൻസർ അല്ലേ? ഇ റൈസ് ടു മൈനസ് ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇ റൈസ് ടു ലോഗ് വന്ന് എന്ത് ചെയ്യും? ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ കട്ടായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1 ദി ഹോൾ റൈസ് ടു -1. ഈ -1 എന്ത് ചെയ്യും? ലോഗിന്റെ അകത്തേക്ക് പോകും. അപ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് എന്ത് നമ്മുടെ ഐ എഫ് എന്ന് പറയുന്നത്. ഇനി സൊല്യൂഷൻ എന്താണ്? y ഇൻറ്റു ഐ എഫ്. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ? 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ഈ സംഭവമാണ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ അത് കട്ടായി അല്ലടാ, ഡി എക്സ് ഇത് കട്ടായി. പ്ലസ് സി ഉണ്ട് കേട്ടോ, സി മറക്കരുത്. അപ്പോൾ y ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്താണ്? സൈൻ എക്സ് പ്ലസ് സി. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് 0 കൊടുക്കുമ്പോൾ y 1 ആയിട്ട്. അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്താ? 1 ആവും. അപ്പോൾ y ഈക്വൽ ടു സൈൻ 0 0 ആണ്, y 1 ആണ്. ഓക്കെ, അതായത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ y എന്താണ്? 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 1 ഈക്വൽ ടു സൈൻ 0 0 ആണ്, 1 ഈക്വൽ ടു സി എന്താണ്? 1 ആണ് കിട്ടി. അപ്പോൾ y ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1. അപ്പോൾ നമുക്ക് y എഴുതാൻ പറ്റും. y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇല്ലടാ. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലേക്ക് ഇടാം അല്ലേ? ഇപ്പം എന്ത് വരും? എക്സ് സ്ക്വയർ സൈൻ എക്സ് വരും, പിന്നെ എന്ത് വരും? സൈൻ എക്സ് വരും, പിന്നെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ -3 to 3 y ഓഫ് എക്സ് ഡി എക്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഇന്റർവൽ -a to a ആണ്. ദിസ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇത് 0 ആയി പോകും. സൈൻ എക്സ് ഓൾറെഡി ഓഡാണ്. അപ്പോൾ ഈവൻ ആയിട്ട് വരുന്നത് ഈ പാർട്ട് മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 2 ടൈംസ് ഇന്റർവൽ 0 to 3 എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് വരും. ലിമിറ്റ്സ് ഫ്രം 0 to 3. ഇപ്പോൾ 2 ഇൻറ്റു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 27/3 9 പ്ലസ് 3. അപ്പോൾ 2 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 24 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജയിലൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആൻസർ എന്താണ്? ബി, ഓപ്ഷൻ ബി 24 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു.